നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഷെക്കൈന ഇൻവെസ്റ്റിഗേഷനിലേക്ക് സ്വാഗതം. നീണ്ട ക്യൂ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിൽ നഷ്ടപ്പെടുന്ന ജോലിയുണ്ട്. സമയത്തിന് എത്താൻ കഴിയാതെ പുറത്താക്കപ്പെടുന്ന ഇൻ്റർവ്യൂകളുണ്ട്. സമയത്തിന് ചികിത്സ കിട്ടാതെ പാടുപെടുന്ന രോഗികളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലാത്ത ഒന്നുണ്ട്: ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം. പറഞ്ഞു വരുന്നത് പരിഹാരമാകാത്ത പാതകളെക്കുറിച്ചാണ്. ദേശീയപാതയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് സ്വാഗതം. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം എന്ന്. നടുവൊടിക്കുന്ന കുഴികളിൽ നിന്ന് മോചനം ഉണ്ടോ? കഴുത്തൊടിക്കുന്ന ടോൾ പിരിവിൽ നിന്നും ആശ്വാസമുണ്ടാകുമോ? ദേശീയപാത 544 കയറിയാൽ പിന്നെ ഒരു കാര്യത്തിന് പഞ്ഞമില്ല: ദുരിതത്തിന്. എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് കടക്കുമ്പോൾ സുഗമമായ യാത്രയ്ക്ക് സഡൻ ബ്രേക്കാണ്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ബ്ലോക്കുകളുടെ തുടക്കം. അവരുടെ പണികളെ കണ്ടല്ലേ നമുക്ക് എഞ്ചിനീയറല്ലോ, ഇതെന്തൊന്നും അറിയാൻ നമുക്ക് പറ്റില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഏത് പാർട്ടികളും ഒന്നും ഇവിടെ സംബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല. വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റില്ല, പൊടി വന്ന് ശ്വസിക്കുകയാണ്, വീട്ടിനുള്ളിൽ വരെ ശ്വസിക്കുകയാണ്. നമ്മൾ ആ ശ്വാസമാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ നല്ല വായു നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ ബ്ലോക്ക് ചിറങ്ങരയിൽ ലഭിക്കും. ആദ്യം ഈ റോഡിലൂടെ വന്നതിന് സ്വയം പഴിക്കും, പിന്നെ അധികാരികളെ ശപിക്കും, കൂടെ ഉള്ളവരോട് കയർക്കും, കുഴികളിൽ വീണ് നടുവൊടിയുന്നവരെ ഓർത്ത് സഹതപിക്കും. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പിന്നെ പിന്നെ അതൊരു ശീലമായി മാറും. നിർമ്മാണം നടക്കുന്ന എന്ന് പറയുമ്പോഴും 2-3 ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു താല്പര്യമില്ലായ്മ മുഖത്തില്ലേ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവരെ കുറ്റം പറയാനാകില്ല. ചിറങ്ങരയിൽ വരെ 3 പാതകളിലായി രാജകീയമായി സഞ്ചരിച്ചവർ ഇവിടെ എത്തുമ്പോൾ ഒറ്റ പാതയിലേക്ക് ചുരുങ്ങും. വിഷമിക്കേണ്ട ആവശ്യമില്ല, വാഹനം നീങ്ങിയാലല്ലേ വിഷമിക്കേണ്ടു. ഒറ്റ കിടപ്പാണ്. ചിലപ്പോൾ നടു റോട്ടിൽ സൺബാത്തും ആസ്വദിച്ച് മണിക്കൂറുകൾ കിടക്കാം. പെട്ടെന്ന് തീർക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രവർത്തനങ്ങൾ പിന്നീട് പതിയെ 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 പതിയെയായി. ഇവർ റോഡ് പണി തുടങ്ങുന്നതിന് മുന്നേ എളുപ്പത്തിൽ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞാൽ ആരംഭിച്ചതിന് ശേഷം തുടങ്ങിയ കാലത്ത് ഇതേ വരയ്ക്ക് വണ്ടികൾക്ക് പോകാനോ മനുഷ്യർക്ക് പോകാനോ ഒന്നും ഒരു സൗകര്യങ്ങളുമില്ല. അപ്പോൾ ഇപ്പോൾ പണി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ആൾക്കാർ വന്ന് ധർണയൊക്കെ നടത്തിയിട്ടും ഒരു പ്രയോജനം വന്നിട്ടില്ല. ഇവിടെ പഴയ മാതിരി തന്നെ നടക്കുന്നത്, കുറച്ച് വ്യത്യാസമുണ്ടെന്നല്ലാണ്ട്. അല്ല, ഇപ്പോൾ പണി കാര്യക്ഷമമായി നടക്കുന്നില്ല ഇവിടെ ജോലികളൊന്നും. ജോലി കാര്യക്ഷമമായിട്ട് അവരുടെ പണികൾ നടക്കണ്ടല്ലേ നമുക്ക് എഞ്ചിനീയറല്ലോ, ഇതെന്തൊന്നും അറിയാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇത് നോക്കി നിൽക്കണമല്ലോ നമ്മുടെ കാഴ്ചപ്പാടിൽ. പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു. നാട്ടുകാരുടെ നടുവും ഒടിയുന്നു. സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയിട്ട് വേണ്ടേ പ്രധാന റോഡുകളിൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെയാണ് ഭായ് എന്നാകും മറുപടി. പേടിക്കേണ്ട, ബ്ലോക്ക് മാത്രമല്ല, ആവശ്യത്തിലേറെ കുഴികളുമുണ്ട് ഇവിടെ. ഒരു ഓട്ടോ തൊഴിലാളി 30 രൂപയുടെ ഓട്ടം ഓടിയാൽ 500 രൂപ വർക്ക്ഷോപ്പ് ഉടമകൾക്ക് ലഭിക്കും. എത്ര സുന്ദരമായ ആചാരങ്ങൾ! കഴിഞ്ഞ 5 മാസത്തോളമായിട്ട് ഞങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഈ 5 ഫ്ലൈ ഓവർ പണിയുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഏരിയ മുരിങ്ങൂരി ഏരിയയാണ്. ഈ 2 സർവീസ് റോഡും വളരെ ടാർ ചെയ്യാണ്ട് വളരെ കുഴികളായിട്ട് ഭയങ്കര, ഞങ്ങൾ ഓട്ടോ ഓടിക്കുന്ന ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊരു വാടക പോയാൽ 30 രൂപയുടെ വാടക പോയി കഴിഞ്ഞാൽ ഒരു
4 കിലോമീറ്റർ 5 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വേണം വരാൻ തന്നെയല്ല 30 രൂപയുടെ പണി നമ്മൾ ഒരു 500 രൂപ വർഷാപ്പിൽ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. സ്കൂൾ കുട്ടികൾക്കായാലും വളരെ മുരിങ്ങൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മോശമാണ് ഇവരുടെ പണികളും. വഴഞ്ഞ് വലിഞ്ഞ് നീങ്ങുന്ന പണികളാണ് ഇവരുടെ പണികൾ. ഇത്ര നാളായിട്ട് ഞങ്ങൾ ശരിക്കും വളരെ ബുദ്ധിമുട്ടിലാണ് ഈ ഞങ്ങൾ 100-200 രൂപയ്ക്ക് ഓടിയിട്ടാണ് ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് പോകുന്നത്. ഞങ്ങളിതിനെ നേരിട്ട് കണ്ടതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാവുന്നത്. ഇവർ ഫസ്റ്റ് പണി തീർക്കാമെന്നും പറഞ്ഞു എപ്പോഴും വന്ന് പറഞ്ഞിട്ട് അറിയാൻ ഇതേവരെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായിട്ടില്ല. വഴി കണ്ടില്ല, ഇപ്പം എന്തിനും കണ്ടില്ല, കുഴി വളരെ മോശമായിട്ട് കിടക്കുന്ന. ദേശീയ അതോറിറ്റി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഏത് പാർട്ടികളും വന്ന് ഇവിടെ സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പാത നിർമ്മാണം എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ളത് മാത്രമായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇതിൻ്റെ പരിപാടികൾ ചെയ്യുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് മാത്രമായി ഒരു നിർമ്മാണം. നമ്മുടെ സംസ്ഥാനത്ത് മാത്രം കണ്ടുവരുന്ന ചില കലാപരിപാടികൾ. ആര് സമരം ചെയ്തിട്ടും കാര്യമില്ലെന്നും ഇവിടെ ഇങ്ങനെയൊക്കെയേ നടക്കൂ എന്ന രീതിയിലേക്ക് ജനങ്ങളെ മാറ്റിയ ഈ ഉദ്യോഗസ്ഥരുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ പൊളിക്കുന്നു. കമ്മീഷൻ കാശിനോട് ഉദ്യോഗസ്ഥർക്ക് സ്നേഹം എന്നത് പറയുന്നത് സാധാരണക്കാരനായ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ഇവിടെ ഈ പാലം ഈ മണ്ണിട്ട് നേരത്തിനേരം ഇവർ സൗദി അറേബ്യയിലെ പോലെ അതായത് ഓരോ തൂണുകൾ വെച്ച് പാലം പടന്നെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. ഇത് ഒരു പണി കഴിയും പിന്നെ പൊളിക്കും. പിന്നെ ഏത് പൈസ കിട്ടില്ല ഇവിടെ ആൾക്കാർക്കൊക്കെ എന്ത് പൊളിച്ചാലും കാശ് കിട്ടിയാൽ മതി, അവർക്ക് കമ്മീഷൻ കാശ് കിട്ടിയാൽ മതി. അങ്ങനത്തെ അവസ്ഥയാണ് ഈ ലോകത്ത്. ഈ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇതാണ് അത്. സ്ലാബുകൾ അതായത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് പണി കഴിക്കും. ഇവിടെ ഒന്ന് ചെയ്യും. ഈ പാലത്തിൻ്റെ ഇതാവശ്യമില്ല. ഇവിടുന്ന് മൊത്തം പാലങ്ങൾ പണിതാൽ മതി. അപ്പോൾ ഈ മണ്ണടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തോരം മണ്ണടിക്കേണ്ടി വരും. മണ്ണടിച്ച് ചെളി കുഴുകി ആകെ ബുദ്ധിമുട്ടാവും. ദേശീയപാതയിലെ പണി തുടങ്ങിയത് മുതൽ പണി കിട്ടിയത് ജനങ്ങൾക്കാണ്. സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്രവർത്തനങ്ങൾ നടത്താതെ പ്രധാന പാതയുടെ പ്രവർത്തനം ആരംഭിച്ചത് വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ബില്ല് മാറുന്നതിൽ മാത്രമാണ് ചിലരുടെ ശ്രദ്ധ എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. ചില പിപ്പിടാച്ചിത്തരങ്ങളാണ് ഇവിടെയുള്ളത് എന്നതാണ് ജനങ്ങളുടെ പ്രതികരണം. ഇവിടുത്തെ പ്രതിസന്ധികളെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ ഇന്നാൾ കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. കളക്ടർ വന്നതിന് ശേഷം ഇവരും ചില എല്ലാ ഇതും പോലീസ് ഓഫീസർമാരെ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ പക്ക കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അന്ന് കളക്ടർ വന്ന് എല്ലാവരും അപ്പുറത്തെ വഴിക്ക് വിട്ടു. ഇപ്പോൾ ഈ മുരിങ്ങൂർ ഫ്ലൈ ഓവർ ഇറങ്ങി ചാലക്കുടിയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു സർവീസ് റോഡുണ്ട്. ഈ എത്ര കുട്ടികൾ അവിടെ സ്കൂൾ കോളേജ് പിള്ളേർ പോകുന്നതാണ്. ഒരു കിണറിൻ്റെ പോലത്തെ കുഴികളാണ്. അത് അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കില്ല. ഇവിടുത്തെ ഒരു മെമ്പർ പറയുമ്പോൾ അവർ വന്ന് കുറച്ച് മെറ്റലിടും. ഈ 2-3 ദിവസം നല്ല വെയിലായിരുന്നു. അതൊന്ന് ടാർ ചെയ്യുക അല്ലെങ്കിൽ ആ കുഴി അടയ്ക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമില്ല. ഇനി ഇത് കഴിഞ്ഞു. ഇവിടെ കാരണം വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് കൊറ്റി ഭാഗത്ത് നിന്ന് ആ സൈഡിൽ നിന്ന് റോഡ് വന്നവർ റൈറ്റിലേക്ക് കിടക്കണമെങ്കിൽ അവിടുത്തെ ഒരു പോലീസിൻ്റെ ഓഫീസറല്ല, ഒരു സെക്യൂരിറ്റി അവർ പറഞ്ഞാൽ ഇതിലങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ലെന്ന് കൊറ്റി പോയി തിരിയാൻ. അപ്പോൾ 4 കിലോമീറ്റർ പോയി തിരിയുമ്പോൾ ഈ ഇവിടുത്തെ സാധാരണക്കാരുടെ ഓട്ടോറിക്ഷ കാശോ അല്ലെങ്കിൽ കാറിൻ്റെ വാടക ആരും തരില്ല. അവരാണെങ്കിൽ ജനങ്ങളാണെങ്കിൽ ഒരുമിച്ച് ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നത്. ഇത് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക, ഇവരുടെ ഒരു പിപ്പിടാച്ചിയാണ് ഇവർ കാണിക്കുന്നത്. കാരണം വെച്ചപ്പോൾ ഒരു ആംബുലൻസ് എത്ര പ്രാവശ്യം ഇവിടെ ബ്ലോക്കിൽ കിടക്കുന്ന പറയുമ്പോൾ ഒരു ക്രെയിൻ സർവീസോ ഒരു ഇത് ഇവിടെ ഇല്ല. ഒരു വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയാൽ അതിനുള്ള സെറ്റിങ്സ് ഇവരിലില്ല. ഇവർ വന്ന് ഇവരെ പണി എങ്ങനെയും ഒന്ന് പൂർത്തീകരിച്ച് വേഗം പോയി കാശ് അവരെ ബില്ല് എടുക്കണം എന്നുള്ളത്. ഇനി ഇവിടുന്ന് പോയി തൃശ്ശൂരിൽ നിന്ന് എത്തുമ്പോൾ ഒരു 2 മണിക്കൂർ പിടിക്കും. അതിനിവിടെ ഈ ടോള് നിസ്സാര കാശാണ്. ഇപ്പം ഇതിൽ ഏതെങ്കിലും മന്ത്രി പോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു സർവീസും ബ്ലോക്കില്ല, ഒന്നും ഉണ്ടാവില്ല. സാധാരണക്കാരുടെ ജനങ്ങൾ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് മാത്രം. ഇങ്ങനെ പണിതിട്ട് എന്താ കാര്യം? ഒരു ബൈക്കുകാരൻ അതിൽ കൂടെ കടന്നു പോയാൽ ബൈക്കും അയാളും കൂടെ ആ കുഴിയിൽ വീണ് മരണപ്പെടുകയല്ലേ ഉള്ളൂ. ഒരു കുടുംബത്തെ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്. ചില ചോദ്യങ്ങൾ ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഒരു വീട്ടമ്മ.
പൊടിശല്യം കാരണം വീട്ടിൽ ഇരിക്കാൻ പോലും കഴിയുന്നില്ല എന്ന സങ്കടകരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആരാണ് മറുപടി നൽകുക? നിവേദനങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ 100 പ്രാവശ്യം അഴിച്ചിട്ടിട്ടും പ്രയോജനമില്ലാതെ ആശയറ്റ് പോവുകയാണ് പൊതുജനങ്ങൾക്ക്. അല്ല, പൊടിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോലും, എൻ്റെ വീട് സൈഡ് തന്നെയാണ്, വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റില്ല. പൊടി വന്ന് ശ്വസിക്കുകയാണ്, വീടിനുള്ളിൽ വരെ ശ്വസിക്കുകയാണ്. നമ്മൾ ആ ശ്വാസമാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ നല്ല വായു നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ജോലി പ്രവർത്തനങ്ങൾ നന്നായി നടക്കണം, അതിൻ്റേതായ കരുതലുകൾ ആവശ്യമാണ്. അത് ചെയ്യുന്നില്ല. പിന്നെ നമ്മളിത് നമ്മുടെ അനുഭവങ്ങളെ, വിഷമതകളെയാണ് പറയുന്നത്, അല്ല ആരെയും ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ തടസ്സപ്പെടുത്താനോ ഉള്ളതല്ല. ഈ സൈഡിലൂടെ ഒരു ആശുപത്രിക്ക് താൽക്കാലികമായിട്ടൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ സ്ലാബിലൂടെ കടന്നു ചെല്ലണം. സ്ലാബുകൾ പകുതി അവിടെ ഇവിടെ പൊട്ടിക്കിടക്കുകയാണ്. മാത്രമല്ല, ഉള്ള സ്ലാബുകളാണെങ്കിൽ വില കുറഞ്ഞ സാധനങ്ങളാണ് പണിതിട്ടുള്ളത്. ഇങ്ങനെ പണിതിട്ട് എന്താ കാര്യം? ഒരു ബൈക്കുകാരൻ അതിൽ കൂടെ കടന്നു പോയാൽ ബൈക്കും അയാളും കൂടെ കുഴിയിൽ വീണ് മരണപ്പെടുകയില്ലുള്ളൂ. ഒരു കുടുംബത്തെ ഇല്ലാതാക്കുകയില്ല ചെയ്യുന്നത്. ഒരു സമൂഹ സേവനം അല്ലെങ്കിൽ നാട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അത് മനുഷ്യർക്ക് ഉപകാരപ്പെടും. തകർച്ചയിലൂടെ വെറുതെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, ചെറിയ ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ബലമില്ലാത്ത അശാസ്ത്രീയമായി പണിതാൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമതകൾ വലുതല്ലേ? അത് ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പ്രശ്നങ്ങൾ നിരന്തരം ഉന്നയിക്കുകയും കോടതികളിൽ കേസ് ഫയൽ ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്ത അഭിഭാഷകനായ ഷാജി കോടംകണ്ടത്ത് കണ്ടെത്തിയത് ദേശീയപാത നിർമ്മാണത്തിലെ ഗുരുതരമായ ക്രമക്കേടുകളാണ്. നടുവൊടിക്കുന്ന പാതകൾക്ക് ടോൾ പിരിവ് എന്ന കാടത്തവും. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയായാലും മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയായാലും കൃത്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നില്ല. ഈ മണ്ണുത്തി എടപ്പള്ളി റോഡിൻ്റെ 100 കോടി രൂപയുടെ അറ്റകുറ്റപ്പണി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത അറ്റകുറ്റപ്പണിയുടെ കാശ് എഴുതിയെടുത്തുവെന്ന് സംബന്ധിച്ച് CBI ഈ കരാർ കമ്പനിക്കും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ കരാർ പ്രകാരമുള്ള പണികൾ പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 125 കോടി രൂപയുടെ കേസ് ഈ മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയുടെ കരാർ കമ്പനികൾക്കും അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണേ? കൃത്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നില്ല. കരാർ പ്രകാരമുള്ള പണികൾ ഈ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനി ഇതുവരെ ചെയ്തിട്ടില്ല. കരാർ പ്രകാരമുള്ള അല്ലെങ്കിൽ DPRൽ പറഞ്ഞ പണികൾ ചെയ്യാതെയാണ് ഈ ടോൾ പിരിവ് നടത്തുന്നത്. പൊതുജനം ദുരിതം അനുഭവിക്കാൻ വേണ്ടി മാത്രം ഉള്ളവരാണെന്ന ബോധമാണോ നമ്മുടെ സർക്കാരുകൾക്ക് ഉള്ളത്? പ്രതികരിച്ച് മടുക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുകയാണോ സർക്കാരുകൾ? ദേശീയപാതയുടെ ഈ ദുരിതത്തിന് ആരാണ് ഉത്തരവാദി? ഇത് ഭരണപക്ഷമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ദേശീയപാത അതോറിറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. ദേശീയപാത അതോറിറ്റിയാണ് ഈ കരാർ കമ്പനിയുമായി കരാർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് ഈ ടോൾ പിരിവും അല്ലെങ്കിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ ഒരു അംബ്രല അഗ്രിമെൻ്റ് ഉണ്ട്. ഈ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയുമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ട്, സപ്പോർട്ടിംഗ് അഗ്രിമെൻ്റ് എന്ന് പറയും. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനും ഉണ്ട്, ഈ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ മന്ത്രിയുണ്ട്, ഇവിടെ MP ഉണ്ട്, ഇവിടെ MLAമാരുണ്ട്. ഇവരൊക്കെയാണ് അതിൽ ഇടപെടേണ്ടത്. അപ്പോൾ അവർ കൃത്യമായി ഇടപെടാത്തത് കൊണ്ടാണ് ഈ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയെയും ഈ തോന്നിവാസം നടക്കുന്നത്, ഈ ജനദ്രോഹം നടക്കുന്നത്. സർവീസ് റോഡുകൾ വേണ്ട രീതിയിൽ ഗതാഗത യോഗ്യമാക്കാതെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത് ഗുരുതരമായ അനാസ്ഥയാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. അനാസ്ഥയുടെ പേരോ നാഷണൽ ഹൈവേ അതോറിറ്റി. അല്ല 11 ബ്ലാക്ക് സ്പോട്ടും 30ഓളം
അതിതീവ്രമായ അപകട മേഖലകളും ഈ ദേശീയപാതയിലുണ്ട്. ഇപ്പോൾ ഒരു 5-6 സ്ഥലത്താണ് ഇപ്പോൾ ഈ മണ്ണുത്തി മറ്റേ ഈ വടക്കുംചേരി റോഡിലും ഈ എടപ്പള്ളി റോഡിലും മൊത്തം ഒരു 5-8 വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണിയാണ് നടക്കുന്നത്. ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണി ചെയ്യുമ്പോൾ ഇവർക്കൊരു കാര്യം അറിയാം, ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്ന പണിയല്ല. അപ്പോൾ വണ്ടികൾ മുഴുവൻ സർവീസ് റോഡിലൂടെയാണ് പോകേണ്ടത്. ഈ സർവീസ് റോഡ് ഇവർ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ രീതിയിലാണ് പണിതിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടണ്ണേജുള്ള വാഹനങ്ങൾ ദേശീയപാതയിലൂടെ പോകുന്നത് സർവീസ് റോഡിൽ പോകുമ്പോൾ സാധാരണ ടാറിങ് നടത്തിയാൽ ഈ സർവീസ് റോഡുകൾ പൊളിയുമെന്നും അത് കുണ്ടും കുഴിയാവുമെന്നും പോരാത്തതിനും മഴക്കാലമാണ്. അപ്പോൾ ഈ സർവീസ് റോഡുകൾ മെക്കാറൻ ടാർ ചെയ്യേണ്ടായിരുന്നു. അത് ചെയ്യാതെ ഈ ഗതാഗതം തിരിച്ചുവിട്ടപ്പോൾ ഈ സർവീസ് റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായി. അവിടെ ഇപ്പോൾ ഈ കോറികളിൽ നിന്നുള്ള സ്ലെറിയാണ് കൊണ്ടിട്ടുള്ളത്. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പൊടിയാണ് അവിടെ ഈ റോഡുകളിലും ആ സമീപ പ്രദേശങ്ങളിൽ വരുന്നത്. അത് കരാർ കമ്പനിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റവും കുറ്റകരമായ അനാസ്ഥയുമാണ് ഇന്ന് ഈ റോഡ് ഈ അവസ്ഥയിലായിട്ടുള്ളത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്കുകൾ മുറുങ്ങുമ്പോഴും വഴി തടഞ്ഞ് ഭീമമായ തുക ടോൾ പിരിക്കുകയാണ് ടോൾ കമ്പനി. മരിക്കാൻ പോകുന്നവൻ്റെ അവസാന ശ്വാസവും ഊറ്റിയെടുക്കുന്നത് പോലെ എന്താണ് ടോൾ പിരിക്കുന്നത് നിർത്തിയാൽ എന്ന് കോടതി ചോദിച്ചിട്ടും വീണ്ടും നിർബാധം തുടരുകയാണ് ടോൾ പിരിവുകൾ. എന്താണ് കാരണം? ഈ മണ്ണുത്തി എടപ്പള്ളി റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണുത്തി അങ്കമാലി വരെയാണ് BOT, അത് കഴിഞ്ഞാൽ MOT ആണ്. അതിന് അങ്കമാലി തൊട്ട് എടപ്പള്ളി വരെ ഓൾറെഡി റോഡ് ഉണ്ടായിരുന്നു. അത് മെയിൻ്റനൻസ് ഓപ്പറേറ്റ് ട്രാൻസ്ഫറാണ്. ഇവിടെ നിന്ന് തൊട്ട് മണ്ണുത്തി തൊട്ട് അങ്കമാലി വരെയാണ് BOT. അപ്പോൾ ഇത് എൻ്റെ കരാറ് ചെയ്യുമ്പോൾ 305 കോടി രൂപയ്ക്കാണ് ഇത് DPRൽ വന്നത്. അത് കഴിഞ്ഞപ്പോൾ കരാറ് വന്നപ്പോൾ അത് 323 കോടി രൂപയായി. ആ 323 കോടി രൂപയ്ക്ക് പണി തുടങ്ങി. കൃത്യമായ സമയത്ത് മണ്ണുത്തി എടപ്പള്ളി റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. പണി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു 723 കോടി രൂപയായി എന്നാണ് പറയുന്നത്. അത് എന്ത് കണക്കാണെന്ന് ആർക്കും ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. 723 കോടി രൂപയ്ക്ക് ഇവർ ചിലവാക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1600 കോടി രൂപ കളക്ട് ചെയ്തു. 1600 കോടി രൂപ കളക്ട് ചെയ്തപ്പോൾ ന്യായമായ ലാഭം ലഭിച്ചു ഈ കമ്പനിക്ക് ന്യായമായ ലാഭം ലഭിച്ചു. അപ്പോൾ പിന്നെ അത് തന്നെയല്ല, 2026 വരെയാണ് ഈ കരാറുള്ളത്. ആ 2026 കരാറ് 2028 വരെ മാറ്റിക്കൊടുത്തു. അതിനെ ചോദ്യം ചെയ്തിട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ പോയത്. നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, 2026 കരാർ 28 വരെ നീട്ടിക്കൊടുത്തത് റദ്ദാക്കണം, ആ നോട്ടിഫിക്കേഷൻ റദ്ദാക്കണം. 1. 2, ഈ കരാറിൽ പറഞ്ഞ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്ത് തീർക്കാതെ ടോൾ പിരിക്കരുത്. 3, ഈ റോഡിലെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യാതെ ഈ റോഡിൽ ടോൾ പിരിക്കുന്നത് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പോയത്. അതിനിടയ്ക്കാണ് ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണി നടക്കണേ. അപ്പോൾ ഗതാഗതം മുഴുവൻ താറുമാറായി. നമ്മൾ ടോൾ കൊടുത്തിട്ട് നമ്മളോട് പറയുന്നത് സ്റ്റേറ്റ് ഹൈവേ കൂടെയും പഞ്ചായത്ത് റോഡിലൂടെയും ഗതാഗതം തിരിച്ചു വിടുമ്പോൾ ഇവർക്ക് എന്ത് ധാർമ്മികതയുള്ളത് ഈ ടോൾ പിരിക്കാൻ? അപ്പോഴാണ് നമ്മൾ ഉപഹർജി കൊടുത്തത്. നമ്മുടെ മെയിൻ ഹർജിയിൽ ഉപഹർജി കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു ഈ ടോൾ പിരിക്കുന്നത് നിർത്തിവെക്കണം. അതായത് ടൈം ബീയിങ് ഈ ടോൾ പിരിവ് നിർത്തിവെക്കണം. നിങ്ങൾ ഈ വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി കഴിഞ്ഞിട്ട് മതി ഈ മറ്റേ ടോൾ പിരിക്കുന്നത്. 6 മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ പണി ഏറ്റെടുത്തിട്ട് എല്ലാ പണികളും ഒരു കരാർ കമ്പനി ഏറ്റെടുത്തു എന്ന് പറയണേ. അതിന് കൃത്യമായി പണിക്കാരില്ല, കൃത്യമായ സംവിധാനങ്ങളില്ല, ഒന്നുമില്ലാതെ 1 കൊല്ലോ 2 കൊല്ലത്തേക്ക് രീതിയിൽ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ എന്തിന് ഇവർ ടോൾ പിരിക്കുന്നു? ഒരു സർവീസ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ കാശ് പിരിക്കേണ്ടത്. സർവീസ് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് പിടിക്കാൻ ധാർമ്മികമായ അവസ്ഥയില്ല. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതുവരെ ഒരു എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. കെ രാജൻ റവന്യൂ മിനിസ്റ്ററുണ്ട്. ഈ മറ്റേ ഒല്ലൂർ നിയോജകമണ്ഡലമാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഈ ടോൾ കമ്പനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറല്ല. കാര്യങ്ങളും കാരണങ്ങളും നിരവധിയാണ്. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന പൊതുജനങ്ങൾക്ക് ഇരുട്ടടി പകൽ വെളിച്ചത്തിൽ കൊടുക്കുന്ന ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയും രംഗത്തെത്തി. ഇനിയും തുടർന്നാൽ പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമ നശിച്ചേക്കാം. പൊതുഗതാഗതം സംരക്ഷിക്കുകയും നല്ല യാത്ര ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അതാത് ഭരണ സംവിധാനങ്ങളാണ്. പൊതുജനങ്ങളെ കൊള്ളയടിക്കാനല്ല, അവരെ സേവിക്കാനാണ് ഓരോ ജനപ്രതിനിധികളും ശ്രമിക്കേണ്ടത്. ഇത് കണ്ടതുകൊണ്ട് കുരുക്കുകൾ ഇവർ അഴിക്കും എന്ന പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു നിവേദനമാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുമ്പോഴും
നിരന്തരം കരഞ്ഞിട്ടും അല്പം കഞ്ഞിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയാണ് ഇന്നത്തെ പൊതുജനങ്ങൾക്ക്. മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നല്ലൊരു പുലരി തേടി വരാതിരിക്കില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. റോജി ഇളവനാങ്കുഴി സൈനിങ് ഓഫ് ഫ്രം ഷെക്കൈന ഇൻവെസ്റ്റിഗേഷൻ. ബൈ.